നമ്മുടെ ഇന്നത്തെ ചലഞ്ചാണ് 24 hours in handcuff guys. എണീര് നേരം വെളുക്കുന്നത് വരെ ഞാൻ ഇവിടെ ഇരിക്കണം, ഇവിടെ നിന്ന് എങ്ങോട്ടും ഇല്ല. എന്റെ പാൻറ് ക്ഷമയോട് കൂടി എത്ര ടൈം നമ്മൾ ഈ ഒരു ഹാൻഡ് കാഫ് ഇട്ടുകൊണ്ടിരിക്കുന്നു അവരായിരിക്കും ഈ ഗെയിമിൽ വിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കേട്ടോ, ഞാൻ മാക്സിമം ഉള്ള ഇറിറ്റേറ്റ് ചെയ്യും, എന്നെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ചെയ്യുന്ന എല്ലാ ഏട്ടനും ഇന്ന് ചെയ്യും. ഇല്ല, നീ ചെയ്തതിന് വിപരീതമായിട്ട് ചെയ്യും. അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ആരാണോ ഇത് ലാസ്റ്റ് ഊരാൻ എനിക്ക് വയ്യ, ഞാൻ മടുത്ത് ഊരാൻ പറയുന്നത് അവര് തോന്നും. ഓ, മറ്റേ ആളെ ഇറിറ്റേറ്റ് ചെയ്യും. അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഇതല്ല, ഇത് ആരാണോ ഇതിന്ന് മാറുന്നത് അവരായിരിക്കും തോക്കുന്നത്. ഇറിറ്റേറ്റ് ചെയ്യുക അത് ഇത് ചെയ്യുന്നതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ആ കളി ഉണ്ടെന്ന് അറിയില്ല. അങ്ങനെയൊക്കെയാ. ഏട്ടന്റെ വലത്തേക്ക് എന്റെ അടുത്തേക്ക്. പിന്നെ എന്താ എനിക്ക് അടുത്തേക്ക് എനിക്ക് ചോറിടണം. എനിക്ക് ചോറ് സൗകര്യമില്ല. എനിക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യാനുള്ളത്. അപ്പൊ എനിക്ക് വലത്തേക്ക് ഫീഡ് വേണം. ആ ഒരു പോയിന്റ് കയറി പിടിച്ച് ഞാൻ വാരിത്തരാം മനുഷ്യ. കുഞ്ഞിന്റെ ഇതില് പിന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യണ്ടേ? ഞാനും അമ്പോട്ടിനും പട്ടിണിയായി പോവാ അല്ലെ അമ്പുവേ? നിന്റെ ഇത് അമ്മ പിടിച്ചു കേട്ടോ, സ്കോർ ചെയ്തേ. അമ്മ നീ ഉള്ളത് കൊണ്ട് അമ്മ ജയിച്ചോ. ഇങ്ങോട്ടേക്ക് എന്തോ കെറുവാ. ഇപ്പൊ കെറുവൊക്കെ വരാൻ തുടങ്ങി ചെറുതായിട്ട്. അത് ഏട്ടാ ആദ്യമേ ഫോൺ എടുത്തിട്ട് അവന്റെ അടുത്ത് പറഞ്ഞില്ല. അവനെ കെറുവച്ച് കിടക്കണേ ഇത്, അല്ലാതെ കിടക്കത്തില്ല ഇങ്ങനെ. കെറുവാണോ? കെറുവൊക്കെ കാണിച്ച് തുടങ്ങി നമ്മള്. ഫോൺ കാണുമ്പോഴേ എങ്ങനെ നോക്കും. അല്ല, ഇന്നലെ കാറിൽ വന്നപ്പോഴും എന്തോ ഞാൻ പറഞ്ഞ കുറെ നേരം കെറുവിച്ച് മിണ്ടാതിരുന്നത്. ചെയിനക്കുരിയാണ് അപ്പുറത്തിട്ടോ. ചെയിനൊക്കെ ഇട്ട് സ്റ്റൈലിൽ വന്നതല്ലേ. അതല്ല, അതെന്താ നീ ഇടത്തേക്ക് തീരുമാനിച്ചത്? കുഞ്ഞിന് ചോറ് കൊടുക്കണ്ടേ? ഏട്ടൻ കൊടുക്കൂ. കട്ടിലിന്റെ കാലിലുള്ള കെട്ടിടായിരുന്നു. ഇങ്ങോട്ട് അത് കളയല്ലേ പെണ്ണേ, കളയല്ലേ. കുങ്കുമം പടർന്നോട്ടാ. കുറച്ച് പാടാ. കണ്ണാടി എനിക്ക് കണ്ണാടി പോ താല്പര്യമില്ല. എനിക്കിപ്പോ ഇവിടെ ഇരിക്കണം. കളി തുടങ്ങിയോ? ആ, കളി തുടങ്ങി. എനിക്കിപ്പോ ഇവിടെ ഇരിക്കണം. എനിക്കിപ്പോ അങ്ങോട്ട് പോണം. പറ്റത്തില്ല. വാ, എഴുന്നേറ്റ് വാ. ഈ നോവും കളിക്കരുത്. എനിക്ക് വിശക്കുന്നു. ചോറ് കഴിക്കാം. ചോറ് വിളമ്പണമെങ്കിൽ ആദ്യം കഴിക്കണമെങ്കിൽ വിളമ്പണം. കൊള്ളോള് പൊടർത്തി ഞാൻ വലിയ പാടുന്നു. വിലങ്ങിന് പിടിച്ചാ നോ, അതുകൊണ്ടാ കൈ പിടിക്കുന്നത്. മിക്കവാറും ആശുപത്രി പോണ്ടി വരും. ഇത് അടിയാവും. ക്ലിപ്പിട്ട് സഹായിക്ക്. കഴിക്കാൻ ചോറ്, മോര്, മീൻകറി, പാവയ്ക്ക. അല്ല, എനിക്ക് വലത്തേക്ക് കഴിക്കാം. എന്ത്? എനിക്ക് കഴിക്കാമല്ലോ. കഴിക്കണമെങ്കിൽ കഴിക്കുന്ന ഞാൻ കാണിച്ചു തരാം. അമ്പൂനെ ആരെടുക്കൂ? അച്ഛനും അമ്മ ഉണ്ടാകുമ്പോ കുഞ്ഞിനെ വെച്ചോണ്ട് എനിക്ക് അവളോടൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഇനി ഓട്, ചോണ ഉണ്ടെങ്കിൽ ഓട്. അവനെ താത്ത ഞാൻ ഓട്. ഇത് ഇവക്ക് അമ്പൂട്ടുള്ളത് ഇച്ചിരി ആയുധോ കേട്ടോ. അമ്പൂട്ട് ഉറങ്ങട്ടെ, ഞാൻ ഇവിടെ പാടും. പിന്നെ ഞാൻ ചൊറിയത്തില്ല, വേണമെങ്കിൽ നീ ചൊറിയണം. കൈ കുരുവാ. അയ്യടി. അമ്പൂട്ടിന് ചോറ് കൊടുക്കുന്നിടം വരെ ഏട്ടൻ വെയിറ്റ് ചെയ്യണം. ഞാൻ കഴിക്കാതിരിക്കണം. ഒന്ന് വെക്കാൻ കഴിക്കണം, അച്ഛന് കഴിക്കണം. ന്നൊക്കെ കിടക്കുന്നുണ്ട്. എന്റെ ഐഡിയ ആയി പോയി. ആരുടെ ഐഡിയ പോയി? എന്റെ ഭയങ്കര വെയിറ്റ് കേട്ടോ ഈ സാധനം. ഭയങ്കര വെയിറ്റ്, അതാണ് കൈ എക്സ്പ്രഷൻ ഒക്കെ ഇങ്ങനെ. ഇച്ചിരി മോര് കൊടുത്തേ. മോരിനൊക്കെ വരെയുണ്ടോ? കൂട്ടങ്ങ് കൊടുത്തു കേട്ടോ. അന്നല്ലേ അമ്മ എടുത്തോണ്ട് പോയി കരയുന്നു. കറി എനിക്ക് ഒഴിച്ചു തരാമോ? കഴിച്ചു തരാ, പക്ഷെ സ്മരണ വേണേ. ആ, കഴിച്ച് തീരുന്നവരെ. പുളിശ്ശേരി എടുക്കട്ടെ, മാറ്റി കൈ ഇങ്ങോട്ട് കൊണ്ടുപോകാ. അങ്ങോട്ട് പുളിശ്ശേരിയൊക്കെ എടുക്കട്ടെ. ഇങ്ങനെ പോയിക്കണ്ടത്.
ആ നിന്റെ സാരി തൂങ്ങി നടക്കുമെന്ന് അല്ലാതെ ആൾക്കാർ പറയൂല്ലേ, ഇപ്പോഴാ യഥാർത്ഥത്തിലായത്. ഇപ്പോഴാണ് സന്തോഷമായല്ലേ? ആയോ? ആ ശരി. ഇതിലെ വലത്തെ കൈ ആയതുകൊണ്ട് ഭയങ്കര അഡ്വാൻറ്റേജ് ആട്ടോ. എന്നാ നീ വെറുപ്പേത്രടി. കൊണ്ടടി കൊണ്ടടി. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ചോറൊക്കെ തിന്നു. ഞാൻ എന്നെ കാര്യം പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് പോവും. ഇല്ല വാശി തീർക്കാൻ പോകുന്നില്ലാതെ ഞാനും വലിക്കുവേ. ഇവളെ ചോറ് തിന്നാൻ എന്നെ നേരെ സമ്മതിച്ചില്ല, ആസ്വദിച്ച് തിന്നാൻ സമ്മതിച്ചില്ല. നീ പുഷപ്പടിക്കണം. ഈ നടു വിറ്റതായിരുന്നു. ഈ ഇന്നലെ അവിടെ ഒരു പട്ടി ഒരു പെടുക്കുന്ന അഷീദോടല്ല അവിടെ പണിക്കാരൊക്കെ നോക്കൂ കേട്ടോ. എന്തിനേട്ടാ എന്നാ ഞാൻ പുറത്ത് കയറിയിരിക്കും. ചെരിപ്പിടത്തില്ല. ഇത് ആറിയ ചൂല് ഏതോ പട്ടി കൊണ്ടിട്ടേക്കുന്നത്. അയ്യേ ഏട്ടന്റെ ഭാഷ പറഞ്ഞ വിളിക്കുന്നതായിരിക്കുന്നത്. കൈ ചുമക്കുന്നു. നിനക്ക് ഭയങ്കര അഹങ്കാരം. കൈ ചുമക്കുന്നു ഗൈസ്. നീ എന്നാ തോറ്റ് പിന്മാറിക്കോ വയ്യെങ്കിൽ. തുടങ്ങിയില്ലേ ഉള്ളു, ഇത്രയും തോറ്റാലെങ്ങനെയാ? എന്നിറങ്ങാ ഇതൊരു ഞങ്ങക്ക് വളയിട്ട് ശീലമുണ്ട് കേട്ടോ. അത് ഞാൻ നിന്റെ കൂടെ കിടന്ന് ജോലി ചെയ്യണോ ഇപ്പം? പിന്നെന്തോ വിചാരിച്ചു പോവൻ. പിന്നെന്തോ വിചാരിച്ച് ഇവളെന്നെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്തിട്ട് ഞാനത് ഇട്ടിട്ട് പോണം, എന്നിട്ട് ജയിക്കണം. കഴിഞ്ഞോട്ടെ ബെസ്റ്റ് ചലഞ്ചിൽ ഞാൻ ജയിച്ചല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇതിന് പകരത്തിന് പകരം ജയിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കിലോമീറ്ററിന് ഇതാ ഞാൻ ചൊറിഞ്ഞു തരാം. ചൂല് വെച്ച് ചൊറിഞ്ഞു തരാം. തൂത്ത് ഞാൻ മണ്ടയിലിടിഞ്ഞ് എനിക്ക് കാല് കഴിക്കുന്നു. കാല് കഴിക്കുന്ന എന്നാ പോയി ഒരു കസേര എടുത്തിട്ടുണ്ട് മുക്കിന് ഇരിക്കുക. നീ ഇവിടെ പൊടി ഇറക്കുന്നേ അടിയാവുന്നത്. എന്റെ കൈക്ക് വണ്ണം ഉണ്ടടി, അതുകൊണ്ടാണോ നമ്മളെ ഇവിടെ ഈ എല്ലിങ്ങനെ വരുന്നോണ്ടേ നമുക്ക് നോവുന്നില്ല വലിച്ചിട്ട്. എനിക്ക് പിന്നെ സുഖമാണ്. ഇത് നോക്ക് സമയം പോകുന്നു. ജോലിയെങ്കിലും തീരട്ടെ. ഇല്ലേ എല്ലാ ഭാര്യമാരുടെ ഒരു ആഗ്രഹമാണ് നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഭർത്താക്കന്മാര് നമ്മുടെ കൂടെ നിക്കണം എന്നുള്ളത്. അല്ലേ? നേരത്തെ പറഞ്ഞൊക്കെ ഞാൻ അവളെ വല തൂങ്ങി നടക്കുന്നുള്ള പരാതിയല്ലേ? തിരിച്ചായ ഭർത്താവിന്റെ കൂടെ നടക്കുന്ന ഭാര്യമാരെ എന്താ ആരും എന്ന് പറയാത്തെ? ഇല്ലേട്ടാ പൂമ്പാറ്റ ജോലി ശരി ശരി. ആരെങ്കിലും കണ്ടാ നാണക്കേടല്ലേ? ഇങ്ങോട്ട് വാ. ചെരുപ്പിട്ടിട്ടില്ല, ഇത് ചവിട്ടല്ലേ. ഉള്ളത് പറയാലേ ഭയങ്കര മടുപ്പാട്ടോ ഈ പരിപാടി. നിർത്തിട്ട് പോകാൻ ഇറങ്ങി. നിന്റെ കൂടെ നടന്ന് മടുത്തേ. ഉറക്കം. അതാ ഞാൻ പെതുക്കെ കാര്യം പറയാം. കയ്യങ്ങ് മരവിച്ച് വാഴിക്കും. കൈ മരവിച്ച് നിർത്തിട്ട് എന്റെ ഒരു വികാരമില്ലാതെ ഇരിക്കുന്നു കൈ. ഈ പെണ്ണിട്ടങ്ങ് വലിയ ഇങ്ങനെ പിടിക്കുമ്പോഴല്ലേ കൈ വലിക്കത്തുള്ളൂ. ഏട്ടൻ കൈതാ നമുക്ക് ഇങ്ങനെ പിടിക്കാം. നിന്റെ കൈ പിടിക്കണ്ട. അൺറൊമാന്റിക് ഹസ്ബൻഡ് മൂരാച്ചി. എന്തുവാ തുണി മേളി കൊണ്ടുപോകണം. പുറത്ത് മഴയാണ്. മേളിൽ നശിച്ചിട്ടുണ്ടല്ലോ. വീട്ടു ജോലിക്ക് എന്തുകൂടെ സെക്യൂരിറ്റിയോ? എനിക്ക് സന്തോഷം. എന്റെ കൂടെ ഏട്ടനുണ്ട്. ജോലി ചെയ്യുമ്പോഴും ഏട്ടനുണ്ട്. മേളിൽ നിന്ന് തുണി മടക്കണം. എനിക്ക് ഇതേ നിന്റെ ആവശ്യങ്ങൾക്ക് ഇപ്പൊ പൊക്കോണ്ടിരിക്കും. ഇനി എന്റെ ആവശ്യമുണ്ട്. എനിക്ക് ഒന്നിനാണോ? ഒന്നുമേ ചലച്ചത് കേട്ടോ. പിന്നെ ഇതിന്ന് ഊരിയനെ ചലത്തിന് ഔട്ടാവും, അല്ലാതെ ഔട്ടാവൂല. ഇതിന്റെ വീട്ടു ജോലി ഹാൻഡ് ക്രാഫ് ആയി പോയിപ്പോ. 3-4 റൂമുള്ളതുകൊണ്ട് ആകെ ഉപയോഗം നമുക്ക് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു റൂം ഫുള്ള് അശയാക്കും. ഞാൻ വീഡിയോ എടുക്കണ്ടേ? ഇത് ഹെവി വെയിറ്റ് ആട്ടോ. അതിന്റെ
കൈ ചുമക്കുന്നു, കിടക്കുന്നത് ചുമക്കുന്നു. ഇതുകൊണ്ട് എന്റെ കൈയുടെ ഒക്കെ പരുവം കണ്ട ഗൈസ്. ഓ ചുമന്ന് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാടേ മനുഷ്യന് സ്വസ്ഥമായിട്ട് ഇപ്പോഴാണ് ഇരിക്കുന്നത്. കാപ്പിടുന്ന് ഞാനും പറഞ്ഞില്ലേ, തുണി മടക്കണം. എന്തോന്നടേ ഇത് തീരുമ്പോ പണിയിരുന്ന്. ആണോ? അങ്ങനെ അവിടെ ഡെയിലി പണി എടുക്കുന്നത് ഇവിടെ. മൃദുലേന്ന് വിളിക്കുമ്പോ ഏതെങ്കിലും ഓടിച്ചാടി ഇറങ്ങത്തില്ലേ? പൊത്തീന്ന് ചാടി വരുമോ? നമ്മളിങ്ങനെ തന്നെ മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക കേട്ടോ. നമ്മളിന്ന് ഇവിടെ ഇരിപ്പേ ഇല്ല. തുള്ളി 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 മഴയായി വന്നാളേ നീ ആ ഒരു വഴിയാണ് സംഗതി പോരാ. കിട്ടി അമ്മ കണ്ടില്ലേ? രാക്കുയിൽ പാടി എന്നിട്ട് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. എണീക്കടി. നീ ഇവിടുന്ന് എപ്പോ എണീക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ആടാ ഉറപ്പാണ്. എണീറ്റ് പാടി. എണീക്കടി. എനിക്ക് ബാത്റൂമിൽ പോണം. ഇത് കഴിഞ്ഞു സ്റ്റോറി കളിക്കല്ലേ മൃദുലേ, ഞാനിപ്പോ പോവും. 100 സ്റ്റിഡ് അതാണ് രണ്ടാമത്തെ ആണ്. ഓ ഞാൻ ക്യാമറയും കൂടെ കൊണ്ടുവരേ. ഫുൾ ടൈം ചലഞ്ച് ആയത്. ഇല്ല ക്യാമറയും കൂടെ കൊണ്ടുവരും, അല്ലെങ്കിൽ ഇറങ്ങി വാ അല്ലെങ്കിൽ തോറ്റ് പിന്മാറി പോ. ചലഞ്ച് തോറ്റിട്ട് നമുക്ക് ഒന്നിനും രണ്ടിനും ഒക്കെ പോവാം. നീ വീണാ ഞാനും വീഴും, അതാ കോമഡി. അവിടുത്തെ സ്വിച്ച് അടച്ചിട്ടോ. എന്റെ അമ്മയോട് പിന്മാറാൻ പറ. മര്യാദക്ക് പറഞ്ഞോ, എനിക്ക് ദേഷ്യം വരുന്നേ. നീ ഇരിക്കുന്നോണ്ടാണ് അച്ഛൻ മീനും മിണ്ടായിരിക്കണേ, ഇല്ലെങ്കിൽ അമ്മ വിളിട്ട് ഓടിച്ചണ്ട. നീ ആടെ കൂടാ, അച്ഛന്റെ കൂടെ ആണെങ്കിൽ അച്ഛന്റെ കൈ പിടിക്കാ. നിനക്ക് വേണമെന്ന് ഇവിടെ മോമോസ്. അതെന്ത് എക്സ്പ്രഷൻ ആയിട്ടത്? അതെന്ത് എക്സ്പ്രഷൻ ആകുമ്പോ ആരെന്റെ എക്സ്പ്രഷൻ? ചൈനക്കാരനോ? ഭയങ്കര സുഖമായിരുന്നു. ഇപ്പൊ ചിരിക്ക് വെച്ചിട്ട് കഴിയുമ്പോ അല്ലറോ കേട്ടാ. ഇല്ല വിടങ്ങോട്ട്. അമ്പൂന് ഒരു ഉമ്മ വെച്ചാലേ ഒരു ഉമ്മ നിർത്താൻ പറ്റത്തില്ല. സത്യം വെച്ചോണ്ടിരിക്കണം. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ലിപ്സ്റ്റിക് ഇട്ടാൽ ഞാൻ കൺട്രോൾ ചെയ്യും. എനിക്ക് ആ പ്രശ്നമില്ലല്ലോ. ഞാൻ അമ്പൂനെ ഒരു ഉമ്മ വെച്ച് നിർത്തണമെന്നാണ് എന്റെ പ്ലാൻ. പക്ഷെ പറ്റൂല, ഞാൻ വെച്ചോണ്ടിരിക്കും. അവനിഷ്ടമല്ല. ചില നേരത്ത് മൂക്കാൻ മട്ടക്ക് ഇടിക്കും അവൻ തന്നെ. നിന്റെ അമ്മച്ചെടുത്ത് പറയും, എനിക്ക് വയ്യ, നിന്നെ നോക്കിക്കോ, നീ ഇനി പാലില്ലാതെ കരയുവേ. എനിക്ക് മുഖം കഴുകണം. വാടി വാടി ഇവിടെ വാടി ഇവിടെ വാടി. വെള്ളം വെച്ചുമാ ഇങ്ങോട്ട് വാ. പാടിക്കഴിഞ്ഞ പാട്ട് പാടിക്കഴിഞ്ഞ അച്ഛനോട് ഇവിടെ തോക്കാൻ. അമ്മയ്ക്ക് കൈ വേണ്ടി അടിച്ചിട്ടുണ്ട് വേടാ. ഇല്ല എനിക്കില്ല. അതാ രണ്ടുപേർക്കും വഴക്കാട്ടാ. സമയം ഒരു 5-5.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 5.5 മണിക്കൂറല്ല, ഇപ്പൊ സമയം എത്രയായി? വ്ളോഗൊക്കെ കണ്ട് നമ്മൾ തന്നെ വ്ളോഗ് കണ്ടോണ്ടിരുന്നു. സമയം എത്രയോ ആയി. അതെ എനിക്ക് നൈറ്റ് ആകുമ്പോ ഒന്നും ഇല്ലാത്തണം പുറത്തോട്ടൊക്കെ. അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോ ഇല്ലാത്തണം. ഇത്ര നേരം ഞാൻ നിന്റെ കൂടെ ജോലിയൊക്കെ ചെയ്തോണ്ട് പോകും. അമ്പു കരയുന്നു. വാ. നീയോ
അതിനെ നമ്മൾ ആരെങ്കിലും ഒരാളെ ജയിക്കും. അത് നിനക്ക് നന്നായിട്ട് ബൂട്ട കരയുന്നുണ്ടെങ്കിൽ പോയി എടുക്കണം. ഒരു മാതാവ് എന്നുള്ള നിലയിൽ പാല് കൊടുക്കുക, അവന്റെ കാര്യം ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് ഒരു മാതാവിന്റെ കടമയാണ്. പിതാവിനും ഉണ്ട്, പക്ഷെ എന്തായാലും പിതാവിന് പോയിട്ട് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതിന് മാതാവ് തന്നെ പോണല്ലോ. അപ്പൊ മാതാവിന് കണ്ണീച്ചോര ഉണ്ടെങ്കിൽ ചലഞ്ച് ചെയ്ത് പിന്മാറി പോണം. അവന്റെ അമ്മയുടെ അടുത്ത് കരയുന്നു. നീ ചലഞ്ച് ചെയ്യുന്നു. നിനക്കിപ്പോ ചലഞ്ചാണ് വലുത്. അമ്പൂട്ടനെ കാട്ടിലും അമ്പൂട്ടനെ കാട്ടിലും ഇവക്ക് ചലഞ്ചാണ് വലുത്. കണ്ടോ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുവോ? ചലഞ്ചിൽ ജയിക്കാൻ വേണ്ടി അവ അമ്പൂട്ടനെ അവൾ കരയാൻ വിട്ടിരിക്കുക. അമ്മ ഇവിടെ വന്ന എനിക്ക് പുറത്തു പോകണം. എനിക്ക് പുറത്തുനിന്ന് കാണണം. അതൊന്നും എനിക്ക് അറിയണം. അതിൽ നടക്കണം. രാത്രിയാകുമ്പോ ഞാൻ എന്നും ഇതാത്താറുണ്ട്. ഇന്ന് ഒന്നെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ എവിടെ കേട്ടോ. ഇന്ന് എണീരടി. നിനക്ക് തോന്നുന്നു നീ കിടക്കോ? എനിക്കും തോന്നുന്നു. ഞാൻ എണീക്കത്തില്ല. എന്നാ ഞാൻ ആന കളിക്കും. അമ്പു വാ അമ്പു, അമ്മയുടെ കൊണ്ടുവരുന്ന ആന കളിക്കും. ഇങ്ങനെ പോയാ ഇത് ശരിയാവത്തില്ല കേട്ടോ. ഇത് അവിടെ നിക്ക്. എവിടെ പോന്ന്? ചെങ്ങനെ പിടിച്ചേക്കുന്ന നീ വരും. ഒരു കൈ. ഓ, എന്നെ പിടിക്കാനായിട്ടൊന്ന് 2 കൈ വേണമല്ലേ? എനിക്ക് 1 കൈ പിടിക്കാനായിട്ടൊന്ന് 2 കൈ വേണമല്ലേ? കൂടെ വാ. പിന്നെ നേരം വെളുക്കുന്നത് വരെ ഞാൻ ഇവിടെ ഇരിക്കണം. ഇവിടെ നിന്ന് എങ്ങോട്ടും ഇല്ല. ശരിക്കും നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗെയിമിൽ നിന്ന് മാറിയിട്ട് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നോളൂ. നേരം വെളുക്കുന്നു. എത്ര നേരം നിൽക്കാൻ പറ്റുന്നു? കീറി പാൻറ് കീറി. എന്തോ കാണിക്കുന്നത്? ഞാൻ പിടിച്ചാ നീ തറയില്ല ഏട്ടാ. തൂക്കിലത്തെ പോലെ ഞാൻ പിടിച്ചാ നീ തറയില്ല. കൈ ഞാൻ ക്രൂരനൊന്നും അല്ല ഗൈസ്. പക്ഷെ ഇവള് മനഃപൂർവ്വം ഈ ഗെയിമിൽ പിന്മാറുന്നില്ല. എന്നിട്ട് കുഞ്ഞിന്റെ പേരും പറഞ്ഞ് ഇത്രത്തോളം കൊണ്ടെത്തിച്ച്. എന്നിട്ട് ഈ വീട്ടിലുള്ള ജോലി മൊത്തം എന്റെ കൂടെ തന്നെ എന്നെ കൂടി ചെയ്യിച്ച്. ഞാൻ ഗെയിമിൽ എന്നാ നീ കൈ വേനെടുക്കുന്നെങ്കിൽ നീ തോറ്റെന്ന് പറ. എന്റെ പാൻറ് മൃദുരെ കളിക്കല് നടക്കണ ആൾക്കാര് തമ്പി. മയിൽ വാഹനോ ഇത് സിംഗണ്ടി. സിംഗത്തിനോട് പിടിച്ചോണ്ടിരിക്കുന്നത്. സിംഗത്തിന് പിടി വേണം. തോറ്റെങ്കിൽ മതിയേക്ക് പോടെ. തോറ്റെന്നാലും പറഞ്ഞു. തോറ്റ് നീ എന്നൊക്കെ പേടി. എന്നെ ജയിക്കാൻ പറ്റത്തില്ലെന്നുള്ള പേടി അല്ലേ? അതിനെ മതിലിന്റെ മണ്ടയിലൊക്കെ കയറി ഇരിക്കുന്നത്. പിന്നെന്തിനാ അവിടെ പിടിച്ചിരിക്കുന്നത്? വിട്. പേടിയില്ലേ? വിട്. അമ്പു കരയുന്നു. നിനക്ക് കണ്ണീച്ചോരുണ്ടോടാ? നിനക്ക് കണ്ണീച്ചോരുണ്ടോ? ഉണ്ടോ? ഞാൻ തോറ്റില്ല. പേടിച്ചിട്ടൊന്നുമല്ല. പോട്ടെ. വന്നിട്ടില്ലല്ലേ?
എന്തുവാ എന്റെ എന്തൊരു എക്സ്പ്രഷൻ ഈ വീഡിയോ എടുക്കുമ്പോ ഇത് പുതിയൊരു എക്സ്പ്രഷൻ വന്നിട്ടുണ്ട്. ഇതെന്തോ എക്സ്പ്രഷൻ ആകുമ്പോ ഇത് ആര് കടിച്ചു എന്ന് എടാ അവനെ തന്നെ വീഡിയോയില് കാണണം. അപ്പൊ എന്നും ഒരേ എക്സ്പ്രഷൻ അവനെ ബോറടിച്ചു തുടങ്ങി. അതുകൊണ്ട് പുതിയ പുതിയ എക്സ്പ്രഷൻ ആരിട്ട് കൊടുത്തോ ആര് കാണിച്ചു കൊടുത്തോ എവിടുന്ന് കിട്ടിയോ ദൈവത്തിന് അറിയാം. ചുണ്ടടി ഇച്ചിരി കൂടെ ആവുമ്പോ എന്ത് വരികട്ടെ നമ്മള് പിന്നെ വ്ളോഗൊന്നും നിന്റെ കൂടെ എടുക്കണോ കളിക്കണോന്നൊക്കെ ഉണ്ട്. നീ ഇങ്ങനെ നിന്നാവ എങ്ങനെ അടി അവൻ കളിക്കാൻ എന്നാകുമ്പോ കളിപ്പാട്ടം ഇതെല്ലാം കളിപ്പാട്ടം കുഞ്ഞ് വേണ്ടി ഞാൻ വിട്ടു തരുന്നു കേട്ടോ. വയ്യതല്ല അവന് ഫീഡ് ചെയ്യാൻ കറക്റ്റ് അവനെ എന്തെങ്കിലും എടുക്കാനോ അവനെ ഫീഡ് ചെയ്യാനോ പറ്റുന്നില്ല. എന്റെ ഊരില് എന്നാലും കുഴപ്പമില്ല. നീ തോറ്റെന്ന് പറഞ്ഞിട്ടാണ് എന്റെ കൈകൾ മനഃപൂർവ്വം ഭയങ്കര എന്റെ കൈ ഉണ്ടോ നല്ല വെയിറ്റ് ഉണ്ടോ? ഞാൻ വിചാരിക്കുന്നതിനെക്കാട്ടി സാധനം വെയിറ്റ് ഉണ്ട്. അപ്പൊ അത്രയുള്ള നമ്മുടെ ഈ ഒരു ചലഞ്ച് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന സുഹൃത്തുക്കളെ. അപ്പൊ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിചാരിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുള്ളത് ബൈ.